ഹായ് ഫ്രണ്ട്സ്, കോവിഡ് ഭീതി ലോകം മുഴുവൻ പടർന്നു പിടിച്ചപ്പോൾ 2020 ഫെബ്രുവരി അവസാനമാണ് ലോകത്താകമാനം സ്റ്റോക്ക് മാർക്കറ്റ് തകർച്ച ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു കോവിഡ്-19 തകർച്ച അത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വൻ തകർച്ചകളിലൊന്നായിരുന്നു. അത് ഏപ്രിൽ മാസം പകുതിയോളം നീണ്ടു നിന്നിരുന്നു. പല ഫണ്ടമെൻ്റലായിട്ടുള്ള സ്റ്റോക്കുകളും അതിൻ്റെ 52 വീക്ക് ലോ ടച്ച് ചെയ്തു. ആ സമയത്ത് ലോക്ക്ഡൗണിൽ വീട്ടിലിരുന്ന പലരും ഈ തകർച്ച കണ്ട് ലോവർ വാല്യുവേഷനിൽ ആ സ്റ്റോക്കുകൾ വാങ്ങാൻ തയ്യാറായില്ല. കാരണം ലോക അവസാനമായെന്നും സ്റ്റോക്ക് മാർക്കറ്റ് ഇനി തിരിച്ചു വരില്ലെന്നും കരുതിയ പല ഇൻവെസ്റ്റേഴ്സും ആ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ പിന്നീട് നടന്ന തകർപ്പൻ റാലിയിൽ തകർന്നടിഞ്ഞ ഭൂരിഭാഗം സ്റ്റോക്കുകളും ഉയർത്തെഴുന്നേൽക്കുകയും അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അതുകൊണ്ട് ആ ക്രാഷിൻ്റെ സമയത്ത് കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് നഷ്ടബോധം പൂണ്ട് നടക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. ഇപ്പോൾ വാരൻ ബുഫയുടെ പ്രസിദ്ധമായൊരു വചനമുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കേട്ടിട്ടുള്ളതാണ്. അത് അന്ന് പക്ഷെ ആരും അതിന് ചെവി കൊടുക്കാൻ തയ്യാറായില്ല. ബി ഫിയർഫുൾ വെൻ അതേഴ്സ് ആർ ഗ്രീഡി ആൻഡ് ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. ഇതാണ് ആ ഒരു കോട്ട്. എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കൂട്ടുക, എല്ലാവരും ആർത്തി പിടിച്ച് നടക്കുമ്പോൾ നമ്മൾ വിൽക്കുക. എന്നാൽ ഈ കോവിഡ് ക്രാഷിൻ്റെ സമയത്ത് ഉള്ള ആ ഒരു വാല്യുവേഷനിൽ ഇപ്പോഴും പല സ്റ്റോക്കുകളും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ള കാര്യം പല ഇൻവെസ്റ്റേഴ്സും തിരിച്ചറിയുന്നില്ല എന്നതാണ് വാസ്തവം. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള അത്തരം കോവിഡ് ലെവൽ വാല്യുവേഷനിൽ ഇപ്പോഴും ലഭ്യമായ സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ R4iയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ പരാമർശിക്കുന്ന സ്റ്റോക്കുകളുടെ വാല്യുവേഷൻ താഴേക്ക് വരാൻ കാരണം ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻറ്റേർണൽ ഇഷ്യൂവോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഒരു സ്പാമോ അല്ലെങ്കിൽ ഫ്രോഡോ അങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ കൊണ്ടൊന്നും അല്ല ഈ സ്റ്റോക്കുകൾ ആ കോവിഡ് ലെവൽ PEയിലേക്ക് പോയിട്ടുള്ളത്. മറിച്ച് കമ്പനിയുമായി ബന്ധമില്ലാത്ത എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസാണ്. അത് സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗ്ലോബലായിട്ടുള്ള ഇഷ്യൂസ്, അങ്ങനെയുള്ള ഇഷ്യൂ കൊണ്ട് മാത്രമാണ് ഈ സ്റ്റോക്കുകൾ താഴോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരം സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മളിവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡാണ്. കോവിഡ് ക്രാഷിൻ്റെ തുടക്കത്തിൽ 2020 ഫെബ്രുവരി ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 70 ആ സമയത്തുള്ള ഏർണിംഗ് പെർ ഷെയർ 32.12 പിന്നീട് മാർക്കറ്റ് ക്രാഷ് നടന്നതിന് ശേഷം നടന്ന റാലിയിൽ ഈ PE റേഷ്യോ കുതിച്ചുയർന്ന് 2021 സെപ്റ്റംബറിൽ അത് 79.5 വരെ എത്തുകയുണ്ടായി. ആ സമയത്ത് ഏർണിങ്സ് 35.34 വരെയും എത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ 43.9 വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE അതിൻ്റെ 5 വർഷത്തെ മീഡിയം PE ആയ 65.5 താഴെയാണ് ഇപ്പോൾ 55.3 എന്ന ഫിഗറിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോവിഡ് കാലത്തുള്ള ഏർണിങ്സ് പെർ ഷെയറിനേക്കാളും എത്രയോ കൂടുതലായിട്ട് ഇപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ ഉണ്ടായിട്ടും ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കോവിഡ് കാലത്തെ PEയിലാണ്. അപ്പോൾ അത് തീർച്ചയായും ഒരു അണ്ടർ വാല്യൂഡ് പൊസിഷനിലാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഉള്ളത് എന്ന് നമുക്ക് വ്യക്തമായ സൂചന നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇപ്പോൾ നടക്കുന്നത് ഒരു ടൈം കറക്ഷൻ മാത്രമാണ്. PEയിൽ ട്രേഡ് ചെയ്ത സ്റ്റോക്കുകൾക്ക് പൊതുവെ സംഭവിക്കുന്ന ഒരു കൂൾ ഡൗൺ ഉണ്ട്. ഇപ്പോൾ ഇൻഫ്ലേഷൻ കാരണം ഇന്ത്യൻ റൂറൽ പോപ്പുലേഷൻ്റെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഗ്രാമീണ മേഖലയിലൊക്കെ സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ സെയിൽസിനെ ഇത് പ്രധാനമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എക്കണോമി റിക്കവർ ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു ഡിഫെൻസീവ് സെഗ്മെൻറ്റായ FMCG സെഗ്മെൻറ്റ് ആളുകൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു മേഖലയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഡൗൺ ട്രെൻഡ് ഒരു അവസരമായി എടുത്താൽ ഇൻവെസ്റ്റേഴ്സിന് FD റിട്ടേണിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകാൻ എപ്പോഴും HULനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റോക്ക് അവന്യൂ സൂപ്പർ മാർട്ട്സ് ആണ്. കോവിഡ് ക്രാഷിൻ്റെ തുടക്കത്തിൽ 2020 ഫെബ്രുവരിയിൽ ഇതിൻ്റെ PE റേഷ്യോ 126.1 ഏർണിംഗ് പെർ ഷെയർ 19.53 പിന്നീട് മാർക്കറ്റ് ക്രാഷ് നടന്ന ശേഷം ഉണ്ടായിട്ടുള്ള റാലിയിൽ PE റേഷ്യോ കുതിച്ചുയർന്ന് 2021 സെപ്റ്റംബറിൽ അത് 313.9 വരെ എത്തി. ആ സമയത്ത് ഏർണിങ്സ് 16.96 മാത്രമായിരുന്നു. ഇപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ
37.4 വർദ്ധിച്ചിട്ടും സ്റ്റോക്കിൻ്റെ PE അതിൻ്റെ 5 വർഷത്തെ മീഡിയം PEയേക്കാളും താഴെ, അതായത് 5 വർഷത്തെ മീഡിയം PE 118.3 അതിലും താഴെ 99.9 എത്തി നിൽക്കുകയാണ്. ഇപ്പോഴും ഈ സ്റ്റോക്ക് നമുക്ക് ഓവർ വാല്യൂഡ് ആയിട്ട് തന്നെയാണ് തോന്നുക. പക്ഷേ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ PE വെച്ച് നോക്കിയാലും കോവിഡ് കാലത്തെ PE വെച്ച് നോക്കിയാലും ഒക്കെ ഇതിപ്പോൾ അണ്ടർ വാല്യൂഡ് ആണ്. ടൈം കറക്ഷൻ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് ഈ അവന്യൂ സൂപ്പർ മാർട്ട്സ്. വാനോളം ഉയർന്ന ഒരു PE റേഷ്യോ, അതിൽ നിന്നും സ്റ്റോക്ക് തീർച്ചയായും താഴേക്ക് വന്നേ തീരൂ. അപ്പോൾ ഡിമാർട്ട് റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റ് മോഡലാണ്. അത് വളരെ ജനകീയമായ ഒരു മോഡലാണ് ഡിമാർട്ടിൻ്റെത്. ഒരു പ്രോഫിറ്റ് കുറച്ചിട്ടുള്ള ഒരു ബിസിനസ്സാണ്. കമ്പനിയുടെ റിസൾട്ടിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 8% മാത്രമാണ്, OPM. അപ്പോൾ അവരുടെ ഒരു കസ്റ്റമർ ബേസ് എന്ന് പറയുന്നത് റൂറൽ എക്കണോമിയിലുള്ള അല്ലെങ്കിൽ സെമി അർബൻ മേഖലയിലുള്ള സാധാരണ ജനങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇൻഫ്ലേഷൻ കാരണം ആ ജനവിഭാഗത്തിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടുമുള്ള സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ഈ നമ്മുടെ അവന്യൂ സൂപ്പർ മാർട്ട്സിൻ്റെ ബിസിനസ്സിനെ തീർച്ചയായും ബാധിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിമാർട്ടിൻ്റെ ആ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് അതിന് സംഭവിക്കാത്തത്. സാധാരണ അവർ എല്ലാ വർഷവും സൂപ്പർ മാർക്കറ്റുകൾ ചെയിനുകൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ PE 313 വരെയൊക്കെ എത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇതിൽ സംഭവിക്കുന്നില്ല എന്നതുകൊണ്ടാണ് സ്റ്റോക്ക് നമുക്ക് ഈ പറയുന്ന ആ ഒരു ലോവർ വാല്യുവേഷനിൽ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അതായത് കോവിഡ് കാലത്തെ വാല്യുവേഷനിലാണ് ഇപ്പോൾ നമുക്ക് അവന്യൂ സൂപ്പർ മാർട്ട്സ് വാങ്ങാൻ കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റോക്ക് ഡാബർ ഇന്ത്യ ആണ്. കോവിഡ് ക്രാഷിൻ്റെ തുടക്കത്തിൽ 2020 ഫെബ്രുവരി സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 54.2 അതിൻ്റെ ഏർണിങ്സ് 9.33 പിന്നീട് മാർക്കറ്റ് ക്രാഷിന് ശേഷം നടന്ന റാലിയിൽ PE റേഷ്യോ കുതിച്ചുയർന്ന് 64.6 വരെ എത്തി. ആ സമയത്ത് ഏർണിങ്സ് 10.12 ആയിരുന്നു. ഇപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ 9.91 നിൽക്കുകയാണ്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ PE അതിൻ്റെ 5 വർഷത്തെ മീഡിയം PE 54.9 താഴെ 54.4 എത്തി നിൽക്കുകയാണ്. അതായത് കോവിഡ് കാലത്തെ PE ആയിട്ടുള്ള 54 തന്നെ ഇത് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ലോ ഗ്രോയിങ് ഡിഫെൻസീവ് സ്റ്റോക്കാണ് ഡാബർ. നമുക്കെല്ലാവർക്കും പൊതുവെ ഇൻവെസ്റ്റേഴ്സിന് വലിയ ഒരു താല്പര്യമില്ലാത്തൊരു സ്റ്റോക്കാണ് ഡാബർ. അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് CAGR വെറും 12% മാത്രമാണ്. അതായത് നിഫ്റ്റിയെ പോലും കഷ്ടിച്ച് ബീറ്റ് ചെയ്യാൻ ഈ സ്റ്റോക്കിന് കഴിയാറില്ല. അപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ 16% ഒരു CAGR ഗ്രോത്ത് കാണിക്കുമ്പോൾ ഈ പറയുന്ന ഡാബറിന് ഒരു 12% CAGR ആണ് 10 വർഷത്തെ ഹിസ്റ്ററി പരിശോധിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ FMCG സെക്ടറിലുള്ള ഒരു ലൈം ലൈറ്റിൽ വരികയാണെങ്കിൽ ഇതൊരു നീണ്ട കൺസോൾട്ടേഷനിൽ പോയിരിക്കുന്നതിനാൽ അപ്പോൾ ഒരു റാലി FMCGയിൽ വരികയാണെങ്കിൽ തീർച്ചയായും നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് സ്വാഭാവികമായിട്ടും ഡാബറിൽ ഉണ്ടാവേണ്ടതാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്ക് ഓക്കെയാണ്. ഇനി അടുത്തത് HDFC ബാങ്കാണ്. കോവിഡ് ക്രാഷിൻ്റെ തുടക്കത്തിൽ 2020 ഫെബ്രുവരി ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 25.3 ഏർണിങ്സ് പെർ ഷെയർ 48.07 പിന്നീട് മാർക്കറ്റ് ക്രാഷ് നടന്നതിന് ശേഷം നടന്ന റാലിയിൽ PE റേഷ്യോ കുതിച്ചുയർന്ന് 2021 34.3 വരെ എത്തിയിരുന്നു. ആ സമയത്ത് ഏർണിങ്സ് 35.66 ആയിരുന്നു. വലിയ വർധനവൊന്നും ഏർണിങ്സ് പെർ ഷെയറിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ 89.6 വർദ്ധിച്ചിട്ടും സ്റ്റോക്കിൻ്റെ PE അതിൻ്റെ 5 വർഷത്തെ മീഡിയം PE ആയ 20 താഴെ, അതായത് 16 എന്ന PEയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. HDFC ബാങ്കിൻ്റെ റിസൾട്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇപ്പോൾ വന്ന Q3 റിസൾട്ട് വലിയ പ്രശ്നമില്ല, നല്ല റിസൾട്ടാണ് എന്ന് തോന്നുമെങ്കിലും അത് ഡീപ്ലി അനലൈസ് ചെയ്താൽ അതിൻ്റെ EPS ഗ്രോത്ത് അത്ര യാഥാർത്ഥ്യബോധത്തോട് ഒത്തുനിൽക്കുന്ന ഒരു EPS അല്ല എന്ന് മനസ്സിലാവും. കാരണം HDFCയും HDFC ബാങ്കും മേർജ് ചെയ്തിട്ടുണ്ട്. ആ മേർജ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്പർ ഓഫ് ഷെയർസ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഈ ഏർണിങ്സ് പെർ ഷെയർ ആ അർത്ഥത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതുകൂടാതെ അവരുടെ റിസർവ് ഡിവാക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റോക്കിൻ്റെ റിസൾട്ട് ഗ്രോത്താണ്, അല്ലെങ്കിൽ ഏർണിങ്സ് പെർ ഷെയർ ഇപ്പോൾ കാണുന്നതല്ല യഥാർത്ഥത്തിലുള്ളത് മൈനസാണ് എന്നാണ് പൊതുവെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഒരു കൺസോളിഡേഷൻ ഫേസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന HDFC ബാങ്ക് ഇപ്പോൾ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതുന്നവരുണ്ട്. കാരണം ഇന്ത്യയിലെ പ്രൈവറ്റ് മേഖലയിൽ ഏറ്റവും വലിയ ബാങ്കാണ് HDFC ബാങ്ക്.
കൂടാതെ അതിൻ്റെ NPA വളരെയധികം കുറച്ച് കൊണ്ടുവരുന്നിരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാങ്കാണ്. തീർച്ചയായും ഇതിലൊരു റാലി ഫ്യൂച്ചറിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ വലിയൊരു സെൽ ഓഫ് നടന്നതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് അതിൻ്റെ ലോവർ വാല്യുവേഷനിൽ വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അടുത്തത് ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. കോവിഡ് ക്രാഷിൻ്റെ തുടക്കത്തിൽ 2020 ഫെബ്രുവരി ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 65.1 ഏർണിങ്സ് 28.3 ആയിരുന്നു. പിന്നീട് മാർക്കറ്റ് ക്രാഷിന് ശേഷം നടന്ന റാലിയിൽ PE റേഷ്യോ ഉയർന്നിട്ട് ജനുവരി മാസം 2021 ജനുവരിയിൽ 119.9 വരെ എത്തിയിരുന്നു. ആ സമയത്ത് ഏർണിങ്സ് 23.72 വരെയും ഇപ്പോൾ EPS 56.7 വർദ്ധിച്ചിട്ടും സ്റ്റോക്കിൻ്റെ PE അതിൻ്റെ 5 വർഷത്തെ മീഡിയം PE ആയിട്ടുള്ള 76.5 താഴെ, അതായത് 51.8 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതും നമുക്ക് കാണാൻ പറ്റും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ്. അതായത് കോവിഡ് കാലത്തെ വാല്യുവേഷനിലും താഴെയാണ് ഏഷ്യൻ പെയിൻറ്റ്സ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഡൊമസ്റ്റിക് സെയിൽസിനേക്കാൾ ഉപരി ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഈ റഷ്യ ഉക്രൈൻ വാർ, പശ്ചിമേഷ്യൻ വാർ, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ ക്രൈസിസ് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ മാത്രമല്ല മൊത്തത്തിലുള്ള ഈ പെയിൻറ്റ് സെക്ടറിനെ ബാധിച്ചിട്ടുണ്ട്. കൂടാതെ റൂറൽ എക്കണോമിയിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ FMCG സെക്ടറിൽ കാണുന്ന പോലെയുള്ള ഈ സ്പെൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞത് തീർച്ചയായും ഡെക്കറേറ്റീവ് പെയിൻറ്റ് സെഗ്മെൻറ്റിൽ ഈവൻ ഫെസ്റ്റിവൽ സീസണിൽ പോലും നല്ല സെയിൽസ് ഉണ്ടായിട്ടില്ല എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് Q3 റിസൾട്ടുകൾ വളരെ മോശമായിരുന്നു ഈ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റേത്. അപ്പോൾ ഒരു മാർക്കറ്റ് ലീഡർ കമ്പനി ആയിട്ടുള്ള ഏഷ്യൻ പെയിൻറ്റ്സ് തീർച്ചയായും എക്കണോമി റിക്കവർ ചെയ്യുമ്പോൾ അത് റിക്കവർ ചെയ്യും എന്ന് തന്നെയാണ് പൊതുവെയുള്ള അതിൻ്റെ മാനേജ്മെൻറ്റ് കമൻട്രിയും സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്. അടുത്ത സ്റ്റോക്ക് ഫൈൻ ഓർഗാനിക്സ് ആണ്. കോവിഡ് ക്രാഷിൻ്റെ തുടക്കത്തിൽ 2020 ഫെബ്രുവരി ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ 43.6 ഏർണിങ്സ് 51.22 പിന്നീട് നടന്ന റാലിയിൽ ഇത് കുതിച്ചുയർന്ന് 2021 മെയ്യിൽ 87.2 വരെ എത്തിയിരുന്നു. ആ സമയത്ത് ഏർണിങ്സ് 40.08 വരെയും ഇപ്പോൾ EPS 150 വർദ്ധിച്ചിട്ടും സ്റ്റോക്കിൻ്റെ PE അതിൻ്റെ 5 വർഷത്തെ മീഡിയം PE ആയിട്ടുള്ള 41.7 ആ മീഡിയം PE 41.7 താഴെയാണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ PE കാണാങ്ങിയത്. അത് 31.2 എത്തിയിരിക്കുകയാണ്. തീർച്ചയായും അണ്ടർ വാല്യൂഡാണ് ഫൈൻ ഓർഗാനിക്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെമിക്കൽ സെക്ടറിൽ പൊതുവെയുള്ള ഡൗൺ ട്രെൻഡ് കൂടാതെ ഈ ഫൈൻ ഓർഗാനിക്സിൻ്റെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കിയാൽ അത് കൂടുതലായിട്ട് FMCG കമ്പനികളുടെ ഫുഡ് അഡിക്റ്റീവ്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഈ പറയുന്ന ഫൈൻ ഓർഗാനിക്സ്. അപ്പോൾ FMCG സെക്ടറിൽ ഉണ്ടായിട്ടുള്ള ഡൗൺ ട്രെൻഡ് അല്ല അതിലുള്ള ഉണ്ടായിട്ടുള്ള ഡീ ഗ്രോത്ത് ഈ സ്റ്റോക്കിനെയും ബാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കെമിക്കൽ സെക്ടറിൽ ജനറലായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇൻഡസ്ട്രി വൈഡ് ഇൻഫ്ലേഷൻ കുറയുകയും കൂടാതെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ, ഇപ്പോൾ ഉദാഹരണത്തിന് ചൈനയുടെ ഇടപെടൽ കൊണ്ടുണ്ടായിട്ടുള്ള സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ കെമിക്കൽ സെക്ടറിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധികളെയും വെല്ലുവിളിയും അതിജീവിച്ചുകൊണ്ട് ഒരു കെമിക്കൽ സെക്ടറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഫൈൻ ഓർഗാനിക്സ് നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു സ്മോൾ ക്യാപ് കമ്പനി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ നിങ്ങളുടെ നിരീക്ഷണത്തിന് വിടുകയാണ്. ഭാവിയിൽ 1, 2 അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞോ ഒരു മാർക്കറ്റ് ബുൾ റാലി ഉണ്ടാവുകയാണെങ്കിൽ ഈ ലോ വാല്യുവേഷനിൽ നമ്മൾ വാങ്ങിക്കൂട്ടുന്ന സ്റ്റോക്കുകളാവും നമുക്ക് ഭീമാകാരമായ റിട്ടേൺ നൽകുക. പക്ഷേ എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു സ്റ്റോക്ക് വാങ്ങുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ആഫ്റ്റർ ഓൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഗെയിമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.